ഗുരുജി നമസ്കാരം. നമസ്കാരം. അങ്ങ് അത് അപ്പം നമുക്ക് ശങ്കരാചാര്യരായിട്ടുള്ള ഒരു സംശയങ്ങൾ നമുക്ക് നോക്കാം. ശങ്കരാചാര്യ സ്വാമികൾ ഒരു ഗ്രേറ്റ് ഫിലോസഫറായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീബുദ്ധനും. ഇതിൽ നമുക്ക് ഇപ്പോൾ കാലടിയിലായതുകൊണ്ട് ഇവിടെയുള്ള കുറേ പേർക്കൊക്കെ ചിലപ്പോൾ മഠത്തിനെ കുറിച്ചിട്ടും സ്വാമികളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ആരോട് ചോദിച്ചാലും അറിയാവുന്നതും എല്ലായിടത്തും നമ്മൾ വീടുകളിലായാലും സ്റ്റാച്യൂസൊക്കെ വയ്ക്കുന്നതും ബുദ്ധൻ്റെയാണ്. എന്താണ് രണ്ടുപേരുടെയും സിഗ്നിഫിക്കൻസ്? അങ്ങേ ശങ്കരാചാര്യരെ ഒരു ഫിലോസഫർ ആക്കിയത് മനുഷ്യബുദ്ധിയുടെ അറിവില്ലായ്മ, ഒരു തത്വചിന്തയാണോ ആധ്യാത്മികത? അല്ലല്ലോ, അല്ലേ? അല്ല, തത്വചിന്തകനായിട്ട് കാണേണ്ടതല്ല. ഗുരു എന്ന് വെച്ചാൽ വ്യാപരിക്കുന്നൊരു പ്രാണനാണ്. ശരി. ശങ്കരൻ നിങ്ങളിലും പ്രവർത്തിക്കും, അത് പറയുന്ന ആളല്ല. ഗുരു വാക്കാൽ പറയുന്നതോ കുറച്ച് ടെക്നിക്സ് പഠിപ്പിച്ചു തരുന്ന ഒന്നുമല്ല. ഗുരു എന്ന് വെച്ചാൽ ഗുരുവായി ഉള്ളിൽ നിങ്ങളെ ഇരുത്തും. ഗുരു നിങ്ങളിൽ എന്ത് ചെയ്യും? ആവാഹനപ്പെടും. ഗുരുപൂജ ചെയ്യുന്ന എന്തിനാ? ആവാഹനം സമർപ്പയാമി എന്നാ പറയുന്നത്. ഗുരു ഉള്ളിലാണ് പ്രവർത്തിക്കുക, ഇൻസൈഡിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഗുരുവിനെ. ശരി. ഓ ദൈവമല്ലേ നമ്മുടെ ഫിലോസഫർ. അത് ശക്തിയാ നമ്മളിൽ പ്രാപിച്ച് അതിന്റെ സ്പർശനം നമ്മൾ ലയിക്കുമ്പോൾ മാത്രമേ ആ പ്രാണം വ്യാപരിച്ചേ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നുള്ളൂ. ശരി. പിന്നെ ചോദ്യം ഇതല്ലാത്തത് കൊണ്ടും ശങ്കരനും ബുദ്ധനും തമ്മിൽ നോക്കുമ്പോൾ ഞാൻ ബുദ്ധനെ എപ്പോഴും താഴ്ത്തി കിട്ടി പറയുന്ന ഒരാളാ. ശരി. ബുദ്ധൻ എന്ന് വെച്ചാൽ അദ്ദേഹം ശൂന്യതയിൽ എല്ലാത്തിനെയും കൊണ്ടുവന്ന് നിർത്തി. ശരി. ശൂന്യതയിൽ നിർത്തുമ്പം ശങ്കരൻ എല്ലാം പറഞ്ഞു. നമ്മൾ പറയല്ലേ എൻലൈറ്റ്മെന്റിൽ ഒരു PhD ഉണ്ട്, ഒരു ഡിഗ്രി ലെവൽസ് ഉണ്ട്. ശരി. ബുദ്ധൻ 2 ഡിഗ്രി എടുത്തിട്ടുള്ള ശങ്കരൻ 1000 ഡിഗ്രി കൂടുതലെടുത്തു. 1000 എടുത്തു. ഒന്നാമത്തെ കാര്യം, ഒരു 32 വയസ്സുള്ള ചെറുക്കൻ, ഇന്ന് ഇതിന്റെ വാല്യൂ അറിയില്ല ഞാൻ പറയുന്നതിന്റെ, പക്ഷെ അടുത്തൊരു 25 വർഷം കഴിയുമ്പം ആൾക്കാർ ഡിപ്രഷനിലും ടെൻഷനിലും ലോകത്തുണ്ടാകുന്ന എല്ലാ കലാപങ്ങൾക്കും കാരണമാവുന്നത് സ്വയം മൂല്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴായിരിക്കും. മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന ശാശ്വതത്വമായുള്ള ഒന്നാണ് സനാതനധർമ്മം. അതിന്റെ രൂപീകൽപ്പനപ്പെടുത്തിയ 32 വയസ്സാരൻ ചെറുക്കനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു ചെറുക്കനാണോ അതോ അത് ഒരു സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹത്തെ തീർത്ത ഒരാളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സ്പിരിച്വൽ ലെവലില് ബുദ്ധൻ പറഞ്ഞു ദൈവവുമില്ല സൃഷ്ടിയുമില്ല. ശങ്കരൻ പറഞ്ഞു അതിനെ ഉൾക്കൊണ്ടു ശങ്കരൻ. പക്ഷെ ശങ്കരാചാര്യര് ഈ ഉൾക്കൊള്ളലില് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ബുദ്ധനോട്. 5 പഞ്ചേന്ദ്രിയങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ മനുഷ്യന് ഇല്ലാന്ന് ധരിക്കാൻ പറ്റില്ല. ശ്വാസം എടുക്കുന്നു, വിടുന്നു, അല്ലെ? സ്പർശനം കൊണ്ട് അറിയുന്നു. അവൻ അറിയുന്നില്ല ഇതിന്റെ അവസ്ഥ. എന്നാൽ സ്ഥൂലമായിരിക്കുമ്പോൾ ബോധമാവുന്നു. ശരി. ക്ഷമിക്കണം പറഞ്ഞ വാക്ക്. സ്ഥൂലമാവുമ്പം ബോധം ഇല്ലാതാവുന്നു, ശരി. അബോധമാവുന്നു. സൂക്ഷ്മമാവുമ്പോ ബോധമാകുന്നു. ശരി. ഇതിനെ ശങ്കരാചാര്യര് ആഗമശാസ്ത്രത്തിലെ ക്ഷേത്രങ്ങളാവട്ടെ, ശ്രീവിദ്യ രീതിയിലാവട്ടെ, സന്യാസ പരമ്പരയിലാവട്ടെ, എല്ലാത്തിലൂടെയും അത് സൃഷ്ടിച്ചു. ശരി. നമ്മള് സൂക്ഷ്മമാവുമ്പോ ബോധാവസ്ഥയിൽ മാത്രം ലയിക്കുന്നു. സ്ഥൂലമാവുമ്പം അബോധത്തിലാവുന്നു. ഇപ്പൊ നമ്മള് സ്ഥൂലമാണ്. പ്രാണൻ വ്യാപരിക്കുന്നത് ഏത് രീതിയിലാണ്? അബോധത്തിലാണ്, സൂക്ഷ്മമായിട്ട്. സൂക്ഷ്മം എന്ന് പറയുന്ന ധ്യാനം സൂക്ഷ്മമല്ലേ? ശരി. അപ്പം അത് യാഥാർത്ഥ്യപരമായി അത് നിലനിൽക്കുന്ന ഒരവസ്ഥയെന്ന് ശങ്കരൻ പറഞ്ഞു. നിലനിൽക്കുന്നു. ശരി. ഫലം ഗുരുജി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പറഞ്ഞതുകൊണ്ട് ഇതിന്റെ മാറിപ്പോയെന്ന് എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയാം, ഇത് എന്റെ തലച്ചോറിൽ നേരത്തെ പഠിച്ചു വെച്ചിട്ടില്ലേ, ഇതൊരു ഡൗൺലോഡിങ് പോലെ ഒഴുകുന്നു ഞാൻ പറയുന്നു. അവിടെ പ്രാണൻ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് കുറയുമ്പോൾ ചിലപ്പോ ഇത് ഞാൻ തന്നെ മറന്നു, എന്റെ തലച്ചോറിൽ ഇതില്ല ശരിക്കും. എനിക്ക് ശങ്കരനായിട്ടും ബുദ്ധനായിട്ടും എനിക്ക് വ്യക്തിപരമായി രണ്ടുപേരുടെയും
എന്താ പറയാ, ഒരു ഫാൻ അല്ല ഞാൻ. എന്റെ തിരിച്ചറിവിനെ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം ശങ്കരൻ പറഞ്ഞു എല്ലാം വൈബ്രേഷനാണല്ലോ. വൈബ്രേഷൻ എന്തൊന്ന് ഭൗതിക വസ്തുവിലാവുന്നോ, ഭൗതികപരമായി എത്തുന്നോ, അതിന് ബോധം നഷ്ടപ്പെടുന്നു. എന്നാൽ ഇത് സൂക്ഷ്മാവസ്ഥയിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഇതെന്താവുന്നു, ഇത് ബോധാവസ്ഥ എത്തുന്നു. അപ്പൊ നമ്മൾ ഒരു മരിച്ചാൽ അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന്. മരണം എന്ന് വെച്ചാൽ പോലും അതൊരു സൂക്ഷ്മമായ അവസ്ഥയല്ല. നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്ന നമ്മൾ വിചാരിക്കുന്നു ഞാൻ സൂക്ഷ്മമായതുകൊണ്ടാന്ന്. നമ്മളൊരു വികാരം മാത്രമാണ്, ഈ ഓർമ്മകളുടെ ഒരു കൂമ്പാരം മാത്രമാണ് നമ്മള് സൂക്ഷ്മമൊന്നും ആയിട്ടില്ല. സൂക്ഷ്മ ശരീരം ഉണരണ്ടേ? നമ്മുടെ സൂക്ഷ്മ ശരീരം ഉണരുമ്പോൾ മാത്രമേ നമ്മൾ ആ ഋതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നാദത്തിലേക്ക് പൂർണ്ണമായിട്ടും ലയിക്കുമ്പോൾ മാത്രമേ ആ ബോധം. നമ്മൾ പറയല്ലോ, ഒരാള് വളരെ മനോഹരമായ ഒരു അവസ്ഥയിലിരിക്കുന്നു, അതേ ഇരിപ്പുണ്ട്, അതിലേക്ക് നമ്മൾ ലയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. ശങ്കരന് കൂടുതൽ എത്താൻ കഴിഞ്ഞില്ല. എത്തിയില്ലേലും കാലം അന്വീകരിക്കുന്ന പറയാറുണ്ടല്ലോ, മൂല്യമുള്ള ഒരു സാധനം ഒരിക്കലും അറിയപ്പെടാതിരിക്കില്ല. അത് ഇപ്പൊ തന്നെ മഹാകുംഭമേള നടന്നു, ലോകം ഉറ്റുനോക്കിയില്ലേ ഇതിന്റെ ആരാണ് ഇതിന്റെ കാരണക്കാരൻ? ശങ്കരാചാര്യർ. കാലം അന്വീകരിക്കുന്നില്ലേ? 2025 നമ്മൾ അറിയുന്നത്, യോ മലയാളിയാണോ പ്രയാഗരാജിൽ ഈ 60 കോടി ജനങ്ങളെ കൊണ്ടുപോയിട്ട് ഈ മഹാ കുംഭമേള എന്നൊരു സംഭവം ഉണ്ടാക്കി. ചിന്തിച്ച്. അപ്പം കാലം മൂല്യമുള്ളതിനെയൊക്കെ കൊണ്ടുവരും, അതാണ് അതിന്റെ രീതി.